ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മസാല ഓംലേറ്റ് ഉണ്ടാക്കാൻ പോണേ, നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ഇല്ല, അതും സ്വല്പം ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി അതും കുറച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്യുമ്പോഴല്ലേ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ആ ചൂടിൽ നമുക്ക് വഴറ്റിയെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ മുട്ട എത്ര എടുക്കണം അതനുസരിച്ച് വേണം കേട്ടോ ഇത് ചെയ്യാം. ഇപ്പം ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കണം. മുട്ടയിൽ നമ്മൾ സാധാരണ ഓംലേറ്റ് അടിക്കാൻ വേണ്ടി ഉള്ളി, പച്ചമുളക് ഒക്കെ ഇടൂല്ലേ നമ്മൾ, ഇഞ്ചിയൊക്കെ അതുപോലെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ചേക്കണേ മുട്ട. എന്നിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റുക. നമ്മുടെ മുട്ട നമ്മൾ സാധാരണ മുട്ട ഓംലേറ്റിന് അടിക്കണ പോലെ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ മറിച്ചിട്ടതാണ് കേട്ടോ, മറിച്ചിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ ഇതാണ് ഇങ്ങനെ മറിച്ചിട്ട് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിൻ്റെ താഴെയും കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടണം, അത്രയും സമയം മതി. ഇതാണ് മസാല ഓംലേറ്റ്. നമ്മുടെ മസാല ഓംലേറ്റ് റെഡി. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാ ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.